ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ നമ്മുടെ സെക്കൻഡ് റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി സ്റ്റീം ഡംപ്ലിങ്സ് ആണ്. അതുപോലെ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ച് സ്റ്റീമറിനകത്ത് കയറ്റണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇനി നമുക്ക് ഈ മാവ് കുറച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആക്കി ഈ സ്റ്റീമറിൻ്റെ പാത്രത്തിന് മുകളിൽ വെക്കാം. അപ്പം നമ്മളുടെ ലാസ്റ്റത്തെ ഡംപ്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഈ സ്റ്റീമറിൻ്റെ പാത്രത്തിന് മുകളിൽ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് എങ്കിലും എടുക്കും. നമുക്കതുവരെ ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ഈ കേക്കൊക്കെ നോക്കണ പോലെ ഒന്ന് നമുക്ക് കുത്തി നോക്കി അത് ക്ലീനായിട്ട് പോകണം. അത് വെന്തിട്ടുണ്ട്. വെന്ത് വന്ന ഈ സ്റ്റീം ഡംപ്ലിങ്സ് ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനത്തെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കനത്തിൽ, ഒരുപാട് കട്ടി കുറക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഹോൾ ഉള്ള ടെക്സ്ചർ കാണുന്നത് നമ്മൾ ചെറിയ തരിയുള്ള ഗോതമ്പിൻ്റെ പൊടി എടുത്തത് കാരണമാണ്. ഗോതമ്പ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പിൻ്റെ പൊടി, തരിയുള്ള ഗോതമ്പ് പൊടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് റവ ചേർത്തും ഇതുണ്ടാക്കാവുന്നതാണ്. ഇതിൽ ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. നമുക്കിത് ഒന്ന് താളിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടത്തേ ഉള്ളൂ. നമുക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിക്കാം. പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ കടുക് ചേർക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ലേശം കടുക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് ലേശം എള്ളും കൂടെ ചേർക്കാം. ഈ 2 സാധനങ്ങളാണ് ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഈ
കടുകെല്ലാം പൊട്ടി വെച്ചിട്ട് എള്ളും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സ്ലൈസസ് നമുക്കൊന്ന് ചേർക്കാം. അതുകൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് താളിച്ചത് ഒന്ന് അതുപോലെ